ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്നൊരു സ്കേർട്ടും ടോപ്പാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4.5 മീറ്റർ ഫാബ്രിക്കാണ് യൂസ് ആക്കിയിട്ടുള്ളത്. 2 മീറ്റർ ടോപ്പിന് വേണ്ടിയിട്ടും 2.5 മീറ്റർ സ്കേർട്ടിന് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ ടോപ്പ് ചെയ്തിട്ടെടുക്കുകയാണ്. ടോപ്പ് കട്ട് ചെയ്തിട്ടെടുക്കാനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടെടുക്കുന്നത്. ഇതിലായിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചസും ഷോൾഡർ 3.5 ഇഞ്ചസും മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ട് 7 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലായിട്ട് ചെസ്റ്റ് റൗണ്ട് 10.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ സി അലവൻസും കൂടെ ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. 1 ഇഞ്ച് സി അലവൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൽ ബോഡി ലെങ്ത്ത് 15 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നായിട്ട് വേസ്റ്റ് റൗണ്ട് ആയിട്ടൊരു 10 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി 2 പോയിന്റുകൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിലായിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതാ മെറ്റീരിയൽ വീണ്ടും രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലായിട്ടൊരു 5 ഇഞ്ചസ് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു മാർക്കിങ്ങിലായിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെയിം അളവിലായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു 5 ഇഞ്ചസും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എൻഡിൽ നിന്നായിട്ട് ഈ ഒരു ഷോൾഡർ പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ 2 പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിലായിട്ട് ഞാൻ പ്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലത്തെ 2 പീസസ് ആയിട്ട് പ്ലേറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആയിട്ട് വന്നിട്ടുള്ളത് 12 ഇഞ്ചസ് ആണ്. ഇനി നമ്മൾ ടോപ്പിൻ്റെ ബോഡി പാർട്ടിലായിട്ട് ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രില്ല് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ മെറ്റീരിയൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രില്ലിൻ്റെ വെടുത്തായിട്ട് 3.5 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു എൻഡിലായിട്ട് 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മറ്റേ എൻഡിലോട്ട് പോകുന്തോറും ഫ്രില്ലിൻ്റെ വെടുത്ത് കുറഞ്ഞു വരുന്ന രീതിക്ക് ഈ ഒരു രീതിക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഫ്രില്ലിൻ്റെ ലെങ്ത് ആണെങ്കിൽ നമ്മൾ ബോഡി പാർട്ടിനേക്കാളും കുറച്ച് അധികം എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്തിൻ്റെ ഡബിൾ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 പീസുകളായിട്ട് നമ്മൾ 2 സൈഡിലോട്ടും ഫ്രില്ല് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ വീണ്ടും 4 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ആം ഹോൾ വെച്ചിട്ട് തന്നെ സ്ലീവിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ 15 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചസ് സ്ലീവ് റൗണ്ട് ആയിട്ടും കൂടെ മാർക്ക് ചെയ്ത് എടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഇതിലായിട്ട് സ്ലീവൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടിയിട്ട് ഇതുപോലത്തെ 4 പീസസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഒരു 1 ഇഞ്ച് വിടുത്ത് വന്നിട്ടുള്ള പീസസാണ്. 4 സൈഡിലോട്ട് നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഏകദേശം അതിന് മാച്ചായിട്ടുള്ളൊരു ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിൽ നിന്നാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 3 പീസസായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് പാർട്ടിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. നല്ല ഭാഗത്തായിട്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് റോങ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. പിന്നെ നമ്മളിതിൽ ലൈനിങ് ആണ് യൂസ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ സെയിം അളവിൽ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കൂടെ ആയിട്ട് ആ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ചെറിയ കട്ടുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ക്രോസ് പീസിനെ ഇതുപോലെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് പതിച്ച് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ മറ്റേ സൈഡിലും കൂടെ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് നെക്കും കൂടെ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡറുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഈ ഒരു കോണായിട്ടുള്ള ഭാഗത ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ നമ്മുടെ ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ സെയിം അളവിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കേണ്ടത്.
നമ്മൾ ആ ഒരു ബാക്ക് പാർട്ടിനോട് ചേർത്ത് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ട് സൈഡുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അടിയിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് ഫ്രില്ല് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രില്ലിൻ്റെ ഈ ഒരു എൻഡ് നമ്മളൊന്ന് സിക്സാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ സിക്സാക്കിൻ്റെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിക്കായിട്ട് ഫ്രില്ലിൻ്റെ എൻഡ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് ഫ്രില്ലിലും ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലോട്ടായിട്ട് ആ ഒരു സ്ട്രാപ്പും കൂടെ ഒന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ മുകളിലായിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് സ്ട്രാപ്പിന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിലായിട്ട് 4 സ്ട്രാപ്പുകളാണ് വേണ്ടത്. നമുക്ക് 4 സ്ട്രാപ്പും സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രില്ലും സ്ട്രാപ്പൊക്കെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോഡി പാർട്ടിലായിട്ട് ഈ ഒരു ഫ്രില്ലിനെയും സ്ട്രാപ്പിനെയും എങ്ങനെ ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. ബോഡി പാർട്ടിനെ നമുക്കിത് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് എടുക്കാം. എന്നിട്ട് അതിൽ നിന്നായിട്ട് ഷോൾഡറിൽ നിന്നായിട്ട് 2 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് രണ്ട് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതേ രീതിക്ക് തന്നെ മറ്റേ സൈഡിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു മാർക്കിങ്ങിലായിട്ട് ഫ്രില്ലിൻ്റെ നല്ല ഭാഗം നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു രീതിക്കായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രില്ലിൽ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ വരുന്ന രീതിക്ക് ഫ്രില്ലൊക്കെ സെറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ആ ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിൽ നിന്ന് ത്രെഡ് വലിച്ചിടുക, ഇതുപോലെ ഫ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ബോഡി പാർട്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ഈ ഒരു മാർക്കിങ്ങിലായിട്ട് ഫ്രില്ലിനെ ഈ ഒരു രീതിക്കായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. നല്ല ഭാഗം ഉള്ളിലായിട്ട് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ആ ഒരു സ്ട്രാപ്പും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഫ്രില്ലിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ആ സ്ട്രാപ്പിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു രീതിക്കായിട്ട് നമ്മൾ ഫ്രില്ല് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. ഫ്രില്ലിൻ്റെ സെൻറ്ററും ഷോൾഡറും ഒരുമിച്ച് വരുന്ന രീതിക്ക് വേണം നമ്മൾ ആ ഒരു ഫ്രില്ല് സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ. അത് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന കൂടെ തന്നെ ഫ്രില്ലിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു എൻഡ് വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കണം. പിന്നീട് ബാക്ക് പാർട്ടിൽ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്ത പോലെ തന്നെ ആ ഒരു സ്ട്രാപ്പ് 2 ഇഞ്ച് ഗ്യാപ്പിൽ ആ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം. ബാക്കിലും കൂടെ ആ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു രീതിക്കായിട്ട് നമ്മൾ ഫ്രില്ല് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രാപ്പ് രണ്ട് സൈഡിലും ഇതുപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രില്ലിന് ഇതുപോലെ കറക്റ്റ് റോങ് സൈഡിൽ നിന്നായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടായിട്ട് നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചൊക്കെ കവർ ചെയ്യുന്ന രീതിക്ക് ഇതുപോലെ നമ്മൾ ഫ്രില്ല് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു രീതിക്കായിട്ട് തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടെ ഫ്രില്ലും സ്ട്രാപ്പൊക്കെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. രണ്ട് സൈഡിലും ഫ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കുകയാണ് ആ ഒരു ഫ്രില്ല് റെഡിക്ക് നിൽക്കാനായിട്ട്. ഇനി ഇതിലായിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ബാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. 6 ഇഞ്ചസ് ലെങ്ത്തും 11 ഇഞ്ചസ് വിഡ്ത്തും വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാൻഡിൻ്റെ എൻഡിലായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു 1.5 ഇഞ്ചസ് വിഡ്ത്ത് വന്നിട്ടുള്ള ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ത്രെഡ് വലിച്ചിട്ട് ഇതുപോലെ കുഞ്ഞു പ്ലേറ്റുകളാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ബാൻഡിൻ്റെ എൻഡിലായിട്ട് നല്ല ഭാഗത്തായിട്ട് ഈ ഒരു ഫ്രില്ല് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് ആ ഒരു പ്ലേറ്റ് വരുന്ന രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഒരു പീസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ കുഞ്ഞു ഫ്രില്ല് ഇതുപോലെ ഉള്ളിലായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് രണ്ട് സൈഡിലും ബാൻഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ഫ്രില്ല് ബാൻഡിൻ്റെ എൻഡിലായിട്ട് വന്നിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കാം. ഇനി നോർമലി സ്ലീവിൽ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ലൂസായിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്.
സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ റോങ് സൈഡിലായിട്ട് നമുക്കിതാ ബാൻഡിനിതാ ഇതുപോലെ ഒന്ന് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ നല്ല ഭാഗത്തേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മറ്റേ സ്ലീവിലും കൂടി ഇതുപോലെ തന്നെ ബാൻഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിലായിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് രണ്ട് സൈഡിലോട്ട് ഇതുപോലെ സ്ലീവിനെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡിലും സ്ലീവൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടെടുക്കണം. സ്ലീവിൻ്റെ അവിടം മുതൽ വേസ്റ്റിൻ്റെ അവിടം വരെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു സൈഡ് ഇതുപോലെ ഞാനൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും സെപ്പറേറ്റ് ആയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് രണ്ട് സൈഡുകൾ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം ഒരു സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റിന് വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയലാണിത്. ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസാക്കിയിട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പ്ലീറ്റൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ത്രെഡ് വലിച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിത് ബോഡി പാർട്ടിലായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലായിട്ട് പ്ലീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ഈ ഒരു സൈഡും കൂടെ ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. സൈഡ് കൂട്ടിയിട്ട് നമുക്കിതിൻ്റെ എൻഡും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീനിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ടോപ്പ് യൂസ് ആക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലോട്ട് പെയറായിട്ട് ഇതിൻ്റെ സെയിം മെറ്റീരിയലിൽ ഒരു സ്കേർട്ടാണ് ചെയ്യുന്നത്. ഒരു കോഡ് സെറ്റ് പോലെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പാൻറ്റായിട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ സ്കേർട്ട് ചെയ്യാനായിട്ട് 2.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു 4-5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമുക്കിതുപോലെ വേസ്റ്റ് ബാൻഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാൻഡിൻ്റെ ലെങ്ത് ആയിട്ട് 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാൻഡ് കട്ട് ചെയ്ത് എടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയൽ മൊത്തം നമ്മൾ സ്കേർട്ടിന് പ്ലീറ്റ് ഇടാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്കേർട്ടൊക്കെ നമ്മൾ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള മെറ്റീരിയലാണിത്. അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാൻഡിലായിട്ട് ഈ ഒരു പ്ലീറ്റിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ത്രെഡ് വലിച്ച് പ്ലീറ്റ് ഇടുന്ന പകരമായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ കുഞ്ഞ് പ്ലീറ്റുകളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ പ്ലീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ചാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാൻഡ് ഫുള്ളായിട്ട് നമ്മളിതുപോലെ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിലായിട്ട് ഇതുപോലെ പ്ലീറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടൊന്ന് അയൺ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ബാൻഡ് നല്ല ഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ബാൻഡ് ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അയൺ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിട്ടുണ്ടാവും. അപ്പം ബാൻഡിന് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇതുപോലെ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സേഫ്റ്റി പിൻ യൂസ് ആക്കിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ബാൻഡിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ അലാസ്റ്റിക്കിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡും അലാസ്റ്റിക് വരുന്ന ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ബാൻഡിൻ്റെ അവിടെ മുതൽ എൻഡ് വരെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സൈഡൊക്കെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ട് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. എൻഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നമ്മൾ 2 സ്ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിങ്ങനെ സൈഡിലോട്ടായിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.